ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ UAE വിസിറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. നാട്ടിൽ നീണ്ട 6 വർഷം പട്ടിയെ പോലെ പണിയെടുത്ത് മടുത്ത് അവസാനം ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. എങ്ങോട്ടാണെന്നല്ലേ? സ്വപ്നങ്ങളുടെ പർദീസ് എന്നറിയപ്പെടുന്ന, പണിയെടുക്കുന്നതിന്റെ പടച്ചൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം UAEയിലേക്ക്. എന്റെ ഭാഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, UAE വിസിറ്റ് ഞാൻ പ്ലാൻ ചെയ്ത സെയിം മന്ത് തന്നെ വിസിറ്റ് വിസ റൂൾസ് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കി. അതായത് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, വന്ന വണ്ടിക്ക് തന്നെ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പാക്ക് ചെയ്തയക്കും. ആ ഡോക്യുമെന്റ്സ് എന്ന് അറിയണ്ടേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പാസ്പോർട്ട് തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, പാസ്പോർട്ട് ഇല്ലെങ്കിൽ എയർപോർട്ടിനകത്തേക്ക് പോലും നമ്മളെ കയറ്റി വിടത്തില്ല. നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 മാസത്തെ വാലിഡിറ്റി എങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് വിസയാണ്. വിസയുടെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് 1 മാസത്തെ വിസ എടുക്കാം, 2 മാസത്തെ വിസയും എടുക്കാം. ഇനി വിസ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് വിസ എടുക്കാം. 2 മാസത്തെ വിസയ്ക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് 13,000 രൂപയാണ്. മൂന്നാമത്തേത് ടിക്കറ്റാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒന്ന് നമുക്ക് UAEയിലേക്ക് പോകാനുള്ള ടിക്കറ്റും, 2 നമ്മുടെ റിട്ടേൺ ടിക്കറ്റും. റിട്ടേൺ ടിക്കറ്റ് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ UAEയിലേക്ക് പോയി നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരും എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് റിട്ടേൺ ടിക്കറ്റ് നമ്മൾ കാണിക്കാൻ പറയുന്നത്. നാലാമത്തേത് നമ്മുടെ ഫണ്ടിൻ്റെ പ്രൂഫാണ്. ഷോ മണി എന്നൊക്കെ പറയും. അതായത് നമ്മൾ ആ നാട്ടിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ നമ്മളുടെ എക്സ്പെൻസസിന് നമ്മുടെ കയ്യിൽ പൈസ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് എന്ന നിലയ്ക്ക് ഒന്നുകിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കാണിക്കാം, അതും അല്ലെങ്കിൽ ലിക്വിഡ് മണിയും കാണിക്കാം. അത് ഇന്ത്യൻ കറൻസി ആയിട്ടോ ദർഹമായിട്ടോ കാണിക്കാം. ദർഹമായിട്ട് കാണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്, കാരണം നമുക്ക് അവിടെ ചെന്നാലും ആ പൈസ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വിസയുടെ കാലാവധി 1 മാസമാണെങ്കിൽ 3,000 ദർഹമും, 2 മാസമാണെങ്കിൽ 5,000 ദർഹവുമാണ് നിങ്ങൾ ഷോമണിയായിട്ട് കാണിക്കേണ്ടത്. ഇനി അടുത്തത് അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ ആ നാട്ടിൽ ചെന്ന് എവിടെയാണ് താമസിക്കുന്നത് എന്നതിൻ്റെ പ്രൂഫ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് UAEയിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ റൂം ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാവുന്നതാണ്. ഇനി അവസാനത്തേത് കോവിഡ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. കോവിഡ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്കറിയില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ന്യൂസുകളിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അടുത്തതായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം പോകാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തേക്ക്, അതായത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, കുടുംബം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് അവരുടെ ID പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഇത്രയുമാണ് UAEയിലേക്ക് വിസിറ്റിന് പോകുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്. ഇതൊക്കെയാണ് UAEയിലേക്ക് ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്ന ആളുകൾ കയ്യിൽ കരുതിയിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ എയർപോർട്ടിൽ വെച്ച് നടത്തുന്നതായിരിക്കും. സോ ആദ്യമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. കാരണം ഈ ഫോർമാലിറ്റീസ് എല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട് സമയം വേണ്ടി വരും. ഇനി എൻ്റെ എക്സ്പീരിയൻസ് കേൾക്കണ്ടേ? ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ടെൻഷൻ കാരണം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലും ഞാൻ മറന്നുപോയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് മനസ്സിലായത് ഈ അടിച്ച ടെൻഷൻ എല്ലാം വേസ്റ്റ് ആയിരുന്നു എന്ന്. കാരണം ഞാൻ പേടിച്ചതുപോലെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ബോർഡിംഗ് ഒക്കെ വളരെ സ്പീഡായിട്ടാണ് കഴിഞ്ഞത്. സത്യത്തിൽ ഞാൻ ടിക്കറ്റ് എടുത്തത് റാസൽ ഖൈമയ്ക്കായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് റാസൽ ഖൈമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലായിരുന്നുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം മുംബൈയിൽ എത്തിയിട്ട് മുംബൈയിൽ നിന്നാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് റാസൽ ഖൈമയ്ക്ക് ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഈ യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ടൈമിങ്സിലുള്ള ഡിഫറൻസ് ആയിരുന്നു. 7:30 മുംബൈ എയർപോർട്ടിൽ എത്തിയ ഞാൻ 1 മണി കഴിഞ്ഞിട്ടാണ് റാസൽ ഖൈമയ്ക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറുന്നത്. ഫ്ലൈറ്റ് ജേർണി അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പോസാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. റാസൽ ഖൈമ എത്തുന്നത് വരെയുള്ള ടൈം സത്യത്തിൽ ഭയങ്കര ബോറടിയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം ശരിക്കും ലാൻഡിങ്ങിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് കാണുന്നത് ആ ഡേ ആയിരുന്നു. സോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ബാഗേജ് ഇതെല്ലാം കളക്ട് ചെയ്ത് നേരെ ഞാൻ പുറത്തേക്ക് പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ കണ്ട് കുറച്ച് നേരം ഇമോഷണൽ ആയെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് കൊണ്ട് പിന്നെ അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഡയറക്റ്റ് പോയത് ഫ്ലാറ്റിലേക്കായിരുന്നു. ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിവിടെ റാസൽ ഖൈമയിൽ ശരിക്കും നമുക്ക് നാട് മിസ് ചെയ്യില്ല. കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് നാട് പോലെ തന്നെ ഒരു ഫീലാണ്. ബാക്കിയുള്ള എമിറേറ്റ്സിനെക്കാട്ടിലും നമുക്ക് നാടിൻ്റെ ഒരു ഫീല് വരും. അങ്ങനെ അത്രയും
ക്രൗഡഡായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിൽ നിന്നിട്ടുള്ള ഒരാൾക്കാർക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടുത്തെ ടൈമിങ്സും ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ചസ് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഫേസ് ചെയ്യേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈമിംഗ് മാറും. ആദ്യം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ശരിക്കും ഉറങ്ങാനുള്ള ടൈമിങ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നാട്ടിലെ ഇവിടുത്തെയും സമയത്തിൻ്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് അതും ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ ഫുഡ് ഡൈജഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെയർ ഫോള്. കാരണം നമുക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ രാത്രി വരെയും നമ്മൾ ടാപ്പ് തുറന്നാൽ വരുന്നത് നല്ല തിളച്ച വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഹെയർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി തലയിൽ പിന്നെ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബക്കറ്റ് വാങ്ങി വെച്ച് നമ്മൾ അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നാട്ടിലതുപോലെ ഡെയിലി തല കഴുകാവുന്നത് നമ്മൾ വിചാരിക്കേണ്ട. കാരണം ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഡെയിലി തല കഴുകുക, പിന്നെ തലയിൽ മുടി ഉണ്ടാവില്ല. അപ്പോൾ ബെറ്റർ നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് തല കഴുകുന്നതായിരിക്കും നല്ലത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ UAE വിസിറ്റിൻ്റെ എക്സ്പീരിയൻസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്നിട്ട് ഒരുപാട് നാളായെന്ന്. ഇല്ല, ജസ്റ്റ് 1 മാസം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട്. ഇനിയും നിങ്ങളുമായിട്ട് ഒരുപാട് നല്ല വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് like, share and subscribe the channel. Thank you.